നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവജനത്തിനും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ ആധാരമാക്കി യഥാസ്ഥാനപ്പെടുക എന്നുള്ള തലക്കെട്ടിൽ ദൈവവചനം നമ്മൾ ധ്യാനിച്ചു വരുന്നു. കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ആ നിലയിൽ വചനം ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചു. ആ വാക്യം ഒരു പ്രാവശ്യവും കൂടെ നമുക്ക് വായിക്കാം. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഈ വാക്യത്തെ ബേസ് ചെയ്ത് ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവത്തിൻ്റെ ഇഷ്ടം അവനിലൂടെ നിറവേറ്റത്തക്കവണ്ണം ഉള്ളതായ യഥാസ്ഥാനത്വം ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് ദൈവം ആക്കിയതായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ചുരുങ്ങിയ നിലയിൽ കണ്ടു. അത് നാം കണ്ടത് അവരുടെ പാപമായിരുന്നു അതിൻ്റെ കാരണം എന്ന് നമ്മൾ ധ്യാനിച്ചു. പഴയ നിയമത്തിലുള്ളതായ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാണ് അതിന് ഉപോത്ബലകമായിട്ട് നമ്മൾ എടുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവരുടെ ജീവിതത്തിൽ ദൈവം തങ്ങൾക്ക് വേണ്ടി ഒരു യഥാസ്ഥാനത്വം കരുതി വച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിയപ്പോൾ അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവസന്നിധിയിൽ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവർ ചെയ്തതായ പാപം എന്താണ് എന്ന് നമ്മൾ കണ്ടു. അവർ ചെയ്ത പാപം എന്താണ്? അവർ ദൈവത്തിൻ്റെ വചനത്തെ ലംഘിച്ചു എന്നുള്ളതാണ് അവർ ചെയ്തതായ പാപം എന്ന് പറയുന്നത്. കർത്താവ് അവരോട് അരുളി ചെയ്തതായ വചനത്തെ കേൾക്കുവാനോ അനുസരിക്കുവാനോ തയ്യാറാകാതെ അതിനോട് തികച്ചും വിരോധാ മനോഭാവം കാണിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് അവര് ദൈവമാക്കിയ സ്ഥാനത്തു നിന്നും അവര് മാറുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. എന്നാൽ അവര് അത് ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിച്ചു. എന്നാൽ അതിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മൾ അതിൻ്റെ തുടർമാനമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഏതെല്ലാം കൽപ്പനകളാണ് ഇവർ ലംഘിക്കുവാൻ ഇടയായിട്ട് തീർന്നത്? വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ നമ്മൾ വായിച്ചാൽ നിരവധി സന്ദർഭങ്ങളിൽ നിരവധിയായിട്ടുള്ള ദൈവത്തിന്റെ വചനത്തെ അവർ ലംഘിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു എത്തിനോട്ടത്തിന്റെ ആവശ്യമുണ്ട് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ. കാരണം ഏതെല്ലാം വചനങ്ങളാണ് ലംഘിക്കുമ്പോൾ അത് പാപമായിട്ട് മാറുന്നത്? ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതിനെ ലംഘിക്കുമ്പോൾ അത് പാപമായിട്ട് തീരുന്നു. അത് ഏതെല്ലാം കാര്യങ്ങളിലാണ് എന്നുള്ളത് നമ്മൾ ലളിതമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവം അവൻ സത്യദൈവമാണ്. അവന് താൻ സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാൻ അവൻ പരമാധികാരിയാണ്. അവൻ എങ്ങനെ ഇവിടെ ജീവിക്കണം, അവൻ എങ്ങനെ പെരുമാറണം, അവൻ എങ്ങനെ സംസാരിക്കണം, അവന്റെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം, അത് ദൈവം തീരുമാനിക്കുന്ന കാര്യമാണ്. അതിന് നമ്മളല്ല ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് സർവശക്തനായ ദൈവത്തിന്റെ തീരുമാനമാണ്. ആ ദൈവത്തിന്റെ തീരുമാനത്തെ കാലാകാലങ്ങളിൽ ദൈവം നേരിട്ട്, നാം എബ്രായ ലേഖനം 1:1 വായിക്കുന്നത് പോലെ, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരവും നമ്മോട്
അരുളി ചെയ്തു. അപ്പോൾ അവൻ കാലാകാലങ്ങളിൽ നാം എങ്ങനെയായിരിക്കണം, എന്ത് ചെയ്യണമെന്ന കാര്യം താൻ ദൈവമായതുകൊണ്ട് തൻ്റെ സൃഷ്ടിയായ മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവൻ അരുളി ചെയ്യുന്നു. അത് ലംഘിച്ചാൽ ആ ദൈവത്തിന് നമ്മെ ശിക്ഷിക്കുവാനും നമ്മെ ശാസിക്കുവാനും നമ്മെ നശിപ്പിക്കുവാനും അവന് അധികാരം ഉണ്ട്. അതും തിരുവെഴുത്ത് വളരെ വ്യക്തമാക്കുന്ന കാര്യമാണ്. പാപം ചെയ്യരുത് എന്ന് മാത്രമല്ല ദൈവം പറഞ്ഞിട്ടുള്ളത്. പാപം ചെയ്താൽ അതിന് തക്കവണ്ണമുള്ളതായ ശിക്ഷയുണ്ട്. ആ ശിക്ഷ വരുന്നതിന് മുൻപായിട്ട് മാനസാന്തരപ്പെട്ട് തിരികെ വന്നാൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് എന്നും താൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൽപ്പത്തി മുതൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്ന കാര്യമാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. നാം ഒക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരാണ്. അത് പോകട്ടെ, അല്ലെങ്കിൽ അത് സാരമില്ലെന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ പറയും. ദൈവം ക്ഷമിക്കുന്നവനാണ്. പക്ഷേങ്കിൽ ദൈവം ദൈവമാണ്. തൻ്റെ വചനങ്ങൾക്ക് അവൻ മാറ്റം വരുത്തുന്നവൻ അല്ലെന്ന കാര്യം വളരെ ഭയത്തോടുകൂടെ നാം ഓർക്കേണ്ട ഒരു വലിയ സത്യമാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഒന്ന് രണ്ട് ചില വേദഭാഗങ്ങൾ ഇന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 15 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? യഹോവ ആദമിനെ കൂട്ടിക്കൊണ്ട് ഏദൻ തോട്ടത്തിൽ ആക്കി. നാം അത് നേരത്തെ ചിന്തിച്ച കാര്യമാണ്. ആ വിഷയത്തിലേക്ക് വരാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. യഹോവ, 16-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ. എന്തായിരുന്നു മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കൽപ്പന? അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നരുത്, അരുത് എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അവിടെ ആദമിനോട് പറഞ്ഞ കൽപ്പന ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നാണ്. അപ്പോൾ ദൈവം ഏതൊരു കാര്യത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, സഭാബന്ധത്തിൽ അരുത് എന്നൊരു കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാം ചെയ്തുകൂടാ. നാം അതേക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ മോശ ജനത്തോട് കൽപ്പനകൾ നൽകുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല. മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന കൽപ്പനകളെ കുറിച്ചുള്ള വിവരണമാണ്. അവിടെ പറയുന്ന കാര്യം എന്താണ്? ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നതായ ഈ കൽപ്പനകൾ നിനക്ക് എന്തല്ല, അത് പ്രയാസമുള്ളതല്ല. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവ അല്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് അവന്റെ കൽപ്പനകളൊന്നും പ്രയാസമുള്ളതല്ല, അവന്റെ കൽപ്പനകളൊന്നും തന്നെ ഭാരമുള്ളതും അല്ല. നമുക്കത് ഭാരമായിട്ടാ പലപ്പോഴും തോന്നുന്നത്. എന്താ കാരണം? നമുക്കത് അനുസരിക്കാൻ മനസ്സില്ല. അനുസരിക്കാൻ മനസ്സുള്ളവനെ സംബന്ധിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അത് അനുസരിക്കുവാൻ ഭാരമുള്ളതല്ല. നാം നേരത്തെയും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ മേല് അവന്റെ പിതാവ് ആ കുഞ്ഞിനെ ചുമക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഭാരം വെക്കുന്നവനല്ല ഒരു പിതാവ്.
അങ്ങനെ അവന് ചുമക്കാൻ പറ്റാത്ത ഒരു ചുമട് വെച്ച് ആ കുഞ്ഞ് വേച്ച് നടന്ന് എവിടെയെങ്കിലുമൊക്കെ വീഴുന്നത് കണ്ട് മാറിയിരുന്ന് ചിരിക്കുകയോ അതിൽ ആഹ്ലാദിക്കുകയോ ചെയ്യുന്ന ഒരുവനെ പിതാവെന്ന് പറയാൻ കഴിയില്ല. അത് തന്നെയാണ് സ്വർഗത്തിലെ ദൈവം. നമുക്ക് പറ്റുന്നത് അവൻ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഏതൻ തോട്ടത്തിൽ ഇഷ്ടം പോലെ അവന് തിന്നാം, എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും അവന് അവിടെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഒരു വൃക്ഷത്തിന്റെ ഫലം നീ എന്ത് ചെയ്യരുത്. എന്തേ, അത് പ്രയാസമുള്ള കാര്യമാണോ? അത് ഭാരമുള്ള കാര്യമാണോ? അവനവിടെ പട്ടിണിയുണ്ടോ? അവൻ അവിടെ ദാരിദ്ര്യമുണ്ടോ? ഇല്ല. അവനെല്ലാം സുഭിക്ഷമായിട്ടുണ്ട്. എന്നാൽ അവന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ അതും കൂടെ അവന് തിന്നണം. അതാണ് പ്രിയമുള്ളവരെ ഈ പാപത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവം ഒരു കാര്യം അരുത് എന്ന് പറയുമ്പോൾ അത് ഭാരമാണ് എന്ന് കണ്ട് നാം അതിൽ തുടർന്നാൽ അതാണ് പാപം. അത് ലംഘനത്തിന് കാരണമായിട്ട് തീരും. ആ ആവർത്തന പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോ അവിടെ നമ്മൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 30-ന്റെ 14 വായിക്കുന്നത്, നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. നിനക്ക് തന്നതായ കൽപ്പന പ്രയാസമുള്ളതല്ല, അത് നിന്റെ അരികത്തുണ്ട്, അത് നിന്റെ വായിലുണ്ട്, അത് നിന്റെ ഹൃദയത്തിലുമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇന്നത്തെ കോണ്ടക്സ്റ്റ് നാം ചിന്തിച്ചാൽ, രേഖയാക്കി ദൈവം നമുക്ക് ഈ വചനം തന്നിട്ടുണ്ട്. ഈ വചനങ്ങൾ നമ്മൾ നമ്മുടെ നാവിലൂടെ ഉദ്ധരിക്കുന്ന വചനങ്ങളാണ്. എത്രയോ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്, ഇല്ലേ? അപ്പോൾ ഈ വചനം ദൂരത്തല്ല, എനിക്കത് അറിയാൻ പാടില്ല. അതിന്റെ മുകളിലൊക്കെ വായിക്കുന്നുണ്ട്, അയ്യോ ഇതൊന്നും സ്വർഗത്തിലല്ല, എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അകലത്തിലുമല്ല. ഈ വചനം നിന്റെ അരികത്ത് തന്നെയുണ്ട്. അരികത്ത് തന്നെ ദൈവം തന്നിരിക്കുന്ന, നമുക്ക് വായിക്കാൻ തന്നിട്ടുള്ള, അല്ലെങ്കിൽ നാം ഗ്രഹിച്ചിട്ടുള്ള, നാം ഉരുവിടുന്നതായ അതേ വചനത്തെ അനുസരിക്കുവാൻ നാം കടപ്പെട്ടവർ തന്നെയാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ വചനം തരുമ്പോൾ അവിടെ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. 19-ാമത്തെ വാക്യത്തിൽ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ ഞാനിതാ വെച്ചിരിക്കുന്നു. അതിന്റെ 20-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം, അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. അപ്പോൾ അവിടെ ജീവനും ഗുണവും മരണവും ദോഷവും എന്ന് പറഞ്ഞാൽ 2 വഴികൾ. ദൈവം ആദാമിനോട് പറഞ്ഞ കാര്യം എന്താണ്? സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, അതവന് ജീവനാണ്, അതവൻ അനുഗ്രഹമാണ്. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് മരണമാണ്, അത് ദോഷമാണ്. അത് മരണത്തിലേക്ക് നയിക്കുന്നതാണ്, അത് ദോഷത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവദാസനായിരിക്കുന്ന മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ ഏതിനെ തെരഞ്ഞെടുക്കേണ്ടത്? നീ ജീവനെ തെരഞ്ഞെടുത്തുകൊള്ളുക, മരണത്തെ അല്ല തെരഞ്ഞെടുക്കേണ്ടത്. നീ അനുഗ്രഹത്തെ തെരഞ്ഞെടുത്തുകൊള്ളുക, നീ ശാപത്തെ അല്ല തെരഞ്ഞെടുക്കേണ്ടത്. ജീവനെ തെരഞ്ഞെടുക്കണം, അനുഗ്രഹത്തെ തെരഞ്ഞെടുക്കണം. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? അരുത് എന്ന് ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് നാമും ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ, ജീവൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്കുമുള്ള കാര്യം ഇത്രയേ ഉള്ളൂ: ദൈവം ഒരു കാര്യം പറയുന്നതിന് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നത് മാത്രം. അതിന്റെ 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 30-ന്റെ 19 വായിക്കുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന്
സാക്ഷിയാക്കി, ഞാൻ സാക്ഷി വയ്ക്കുന്നു. അപ്പൊ ഞാൻ ഈ വചനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നതിന് ആരാ സാക്ഷി? ആകാശവും ഭൂമിയും. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. എന്താ അവൻ പറഞ്ഞത്? ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പക്ഷേ എൻ്റെ വചനങ്ങൾക്കോ ഒരു നാളും മാറ്റമില്ല. എന്താ നാം മനസ്സിലാക്കേണ്ടത്? ദൈവം എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ? ആകാശത്തെ സാക്ഷിയാക്കി, ഭൂമിയെ സാക്ഷിയാക്കിയാണ് ദൈവം നമുക്ക് ആ തിരുവെഴുത്തുകളെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് അയ്യോ ഞാനിത് ഈ കാര്യം അറിഞ്ഞില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. നമുക്കറിയാം, നാം റോട്ടിലേക്ക് ഒരു വാഹനവുമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പോലീസുകാർ കൈ കാണിക്കുന്നു, ലൈസൻസ് ചോദിക്കുമ്പോൾ അയ്യോ ലൈസൻസ് വേണമെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നൊരുവൻ പറഞ്ഞാൽ അവന് ശിക്ഷ ഇരട്ടിയ. കാരണം എന്താണ്? ഇന്ത്യൻ നിയമം അനുസരിച്ച് വാഹനം ഓടിക്കണമെങ്കിൽ എന്ത് വേണം? അത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നൊരുവൻ പറഞ്ഞാൽ അത് എക്സ്ക്യൂസേ അല്ല, അത് അവര് കഠിന ശിക്ഷ കിട്ടുന്ന ഒന്നാണ്. എന്നതുപോലെ തന്നെ ഇതാ സ്വർഗത്തിലെ ദൈവം നമുക്ക് വായിൽ തന്നിരിക്കുന്ന, സമീപത്ത് തന്നിരിക്കുന്ന, ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആ വചനത്തിന് ആര് സാക്ഷിയാണ്? ആകാശവും ഭൂമിയും സാക്ഷിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് ഭയപ്പെടാം. ഈ ദൈവം എന്നോട് പറയുന്ന ഏത് കാര്യങ്ങളും ആമേൻ പറഞ്ഞ് ഞാൻ അനുസരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് വിധേയപ്പെടുവാൻ നമുക്ക് കഴിയണം. ആദാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ആ ദൈവ കൽപ്പനയുടെ ലംഘനമാണ്. അരുത് എന്ന് പറഞ്ഞത് അവൻ ലംഘിച്ചു. അതാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു വേദഭാഗത്തേക്ക് വരാം. അതിന്റെ 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം തന്നെ 4-ാം അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. അത് കയ്യിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. വേദഭാഗങ്ങളൊക്കെ നമുക്കറിയാം, എന്നാൽ ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നാം അത് ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അവിടെ നാം വായിക്കുന്നത് എന്താണ്? അവിടെ അതിന്റെ നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിന് കീഴടക്കണം എന്ന് ദൈവം എന്ത് ചെയ്തു? ദൈവം കൽപ്പിക്കുകയായിരുന്നു. നിന്റെ സൗകര്യത്തിന് നീ വേണമെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോ എന്നല്ല പറഞ്ഞത്. ദൈവം അവിടെ കയ്യിനോട് വ്യക്തമായിട്ട് എന്ത് ചെയ്തു? ദൈവം കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? പാപം നിന്റെ വാതിൽക്കലാണ്, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീയോ അതിനെ കീഴടക്കണം. ദൈവം അത് പറഞ്ഞാൽ കയ്യിന് എന്ത് ചെയ്യണം? അതനുസരിക്കണം. അവന്റെ കോപം നാം അവിടെ വായിക്കുന്നുണ്ട്. നീ കോപിക്കുന്നത് എന്ത്? അല്ലേ? നീ കോപിക്കുന്നത് എന്ത്? അപ്പോൾ ആ കോപം, അതുപോലെ തന്നെ നിന്റെ മുഖം വാടുന്നതും എന്ത്? അതെന്താണ്? അതെന്തിലേക്കാണ് നയിക്കുന്നത്? നിന്നെ കീഴടക്കുവാൻ കഴിയുന്ന ഘോരമായ പാപമാണ് എവിടെ കിടക്കുന്നത്? നിന്റെ വാതിൽക്കൽ കിടക്കുന്നത്. നിന്റെ കോപമുള്ള ആ സ്വഭാവം, നിന്റെ മുഖം വാടുന്ന. എന്തുകൊണ്ടാ അവന്റെ മുഖം വാടിയത്? തന്റെ സഹോദരന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ നീതിയുള്ളതായിരുന്നത് കൊണ്ട്, അവന്റെ പ്രവൃത്തിയെ ദൈവം അംഗീകരിക്കാതിരുന്നത് കൊണ്ട് അവന്റെ മുഖം വാടി. അത് അവന്റെ തെറ്റായിട്ട് അവൻ കാണാതെ മറ്റുള്ളവരുടെ മേൽ അതിനെ പഴിചാരിക്കൊണ്ട് അവൻ എന്തു ചെയ്യുകയാണ്? അവൻ കോപിക്കുകയാണ്. ആരോട് കോപിക്കുന്നു? ദൈവത്തോട് കോപിക്കുകയാണ്. പ്രിയമുള്ളവരെ, വേണ്ട, നമുക്ക് ദൈവത്തോട് കോപം വേണ്ട. ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മുടെ മുഖത്തെ നമ്മൾ വാട്ടിക്കളയേണ്ട കാര്യമില്ല. ദൈവം നമ്മോട് പറയുകയാണ്, നീ അതിനെ എന്തു ചെയ്യണം? കീഴടക്കണം. നീ അതിനെ മെരുക്കണം. നിന്റെ ആ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യണം. അതില്ലായ്മ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു കൊള്ളണം. അയ്യോ, എൻ്റെ പ്രകൃതി അങ്ങനെയാണ്, ജന്മനാ കിട്ടിയ സ്വഭാവമാണ്, അതിനൊന്നൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്നൊന്നും പറഞ്ഞാൽ അതിൽ നിന്നൊന്നും രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാം 1 യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3:12 നമ്മൾ വായിക്കുന്നത് കയീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവൻ എന്നാണ്, അല്ലെ? കയീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനാകയാൽ തൻ്റെ സഹോദരനെ അവൻ എന്ത് ചെയ്തു എന്നാണ്? കൊന്നുകളഞ്ഞു എന്നാണ്.
അവന്റെ പ്രവൃത്തി അനീതിയുള്ളതും സഹോദരന്റെ പ്രവൃത്തി നീതിയുള്ളതും ആയിരുന്നു. അവൻ കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അവനെ ദുഷ്ടനായിട്ട് സൃഷ്ടിച്ചു എന്നല്ല, മറിച്ച് അവന്റെ സ്വഭാവത്താൽ അവൻ ആരായിത്തീർന്നു? അവൻ ദുഷ്ടനായിട്ട് മാറി. അവൻ ദൈവത്തിന് വിരോധമുള്ളവനായിട്ട് അവൻ മാറി എന്നാണ്. അവന്റെ ജീവിതം ഒരു ദുഷ്ടന് തുല്യമായി അവൻ മാറ്റിയതാണ്. അവനെ ദൈവം അങ്ങനെയല്ല സൃഷ്ടിച്ചത്, മറിച്ച് ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ ഹാബേലിന്റെ സ്വഭാവത്തോടു കൂടെ തന്നെയാണ് അവനും ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. പക്ഷേ അവന്റെ ജീവിത സ്വഭാവം ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്ന് അവനെ കുറിച്ച് പറയത്തക്കവണ്ണം അവന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ദൈവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഒരു ദൈവമക്കളായിട്ട് നാം ഇന്ന് വളരുന്നു, നാം ജീവിക്കുന്നു. നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ദൈവത്തിൽ നിന്നുള്ളവരെ പോലെ നമ്മൾ ജീവിക്കണം. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നു പോലുമില്ലെന്നാണ്. അപ്പോൾ കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എങ്കിൽ അതിന്റെ അർത്ഥം അവൻ തന്നെത്താൻ സൂക്ഷിച്ചില്ല, അവൻ ദുഷ്ടൻ തൊടുന്നവനായി മാറി, ദുഷ്ടന്റെ അധീനതയിലേക്ക് അവൻ മാറ്റപ്പെട്ടു. നമ്മുടെ ജീവിതത്തെ ദുഷ്ടൻ അധീനമാക്കുവാൻ നാം ഒരിക്കലും വിട്ടുകൊടുത്തുകൂടാ. നാം യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവർ കയീന്റെ വഴിയിൽ നടക്കുന്നു. അവിടെ ആ ഭാഗം ഒന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ അവർ കയീന്റെ വഴിയിൽ നടക്കുന്നു. കയീന്റെ വഴിയെ കുറിച്ച് അവിടെ അതിന് തൊട്ട് മുകളിലുള്ള 10-ാമത്തെ വാക്യം, യൂദായുടെ ലേഖനം 10-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്. കയീന്റെ വഴിയുടെ ഒരു പ്രത്യേകത പറയുന്നത്, ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർ കയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടക്കുന്നു. എന്താ അപ്പോൾ നാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്തായിരുന്നു ആ കയീന്റെ വഴി? വാസ്തവത്തിൽ അവന് ചിലത് ശരിയെന്ന് ബോധ്യപ്പെട്ടു, അവനത് ചെയ്തു. അത് നാം ഇവിടെ വായിക്കുന്നത് എന്താണ്? ബുദ്ധിയില്ലാത്ത മൃഗത്തിന് തുല്യം പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി എന്നാണ്. അതേ കാര്യം തന്നെ 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, 2 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലും വായിക്കുമ്പോൾ ഇതിന് സമാനമായ ഒന്ന് കാണുവാൻ കഴിയും. അവിടെ വായിക്കുന്നത്, ജന്മവാസനയാൽ പിടിപ്പെട്ട് നശിക്കുന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കുകയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. കയ്യിൽ നശിച്ചതിന്റെ കാരണം എന്താണ്? സ്വന്തം അനീതിയാണ്. ആ അനീതിയുടെ ബേസായിട്ട് എന്താ അവിടെ വായിച്ചത്? ജന്മവാസനയാൽ പിടിപ്പെട്ട് നശിക്കുന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ. യൂദ അതേക്കുറിച്ച് പറഞ്ഞത് മൃഗത്തെ പോലെയാണ്. അപ്പോൾ കയീന്റെ വാസ്തവത്തിലുണ്ടായിരുന്ന സ്വഭാവം എന്തായിരുന്നു? ഒരു മൃഗത്തിന് തുല്യമായ ബുദ്ധിയില്ലാത്ത ഒരു ജന്തുവിനെ പോലെ സ്വന്തം ഇഷ്ടം ചെയ്യാനായിട്ട് അർപ്പിച്ചു കൊടുത്ത ഒരുവനായിട്ടാണ് ആര് മാറിയത്? കയീൻ മാറിയത്. അതാണ് അവന്റെ നാശത്തിന് കാരണം. ഇത് നാമും ചിന്തിക്കണം. 32-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? 32-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെ പോലെയും കോവർ കഴുതയെ പോലെയും ആകരുത്. അപ്പൊ നാം ബുദ്ധിയില്ലാതെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് മൃഗങ്ങളെ പോലെ വിവേകമില്ലാത്തവരായി ബുദ്ധിശൂന്യതയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ അതിന്റെ പേരാണ് പാപം, അതിന്റെ പേരാണ് കൽപ്പനാ ലംഘനം. നമ്മളാരും ഷാപ്പിൽ പോയി ബ്രാൻഡി ഒന്നും കഴിക്കുന്നവരല്ല, നാം ആരും വ്യഭിചാരം ചെയ്യാൻ പോകുന്നവരുമല്ല, നാം ആരും ആരുടെയും മോഷ്ടിക്കാൻ പോകുന്നവരുമല്ല. പക്ഷെ നമ്മൾ ഓർക്കണം, മൃഗങ്ങൾക്ക് തുല്യമായ, ബുദ്ധിയില്ലാത്ത ജന്തുക്കൾക്ക് തുല്യമായ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനുള്ള വ്യഗ്രതയും എടുത്തുചാട്ടവും അതെന്തിലേക്ക് നയിക്കുന്നു? അതിന്റെ പേരാണ് പാപം. അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇത് ദൈവത്തിന്റെ ഹിതമാണോ അല്ലയോ എന്ന് 100 വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് ചെയ്യുവാനായിട്ട് ആരംഭിക്കുവാനായിട്ട് പാടുള്ളൂ.
ഇത് നമ്മൾ ഗ്രഹിക്കുന്ന ഈ വേദവാക്യങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കുവാനും നമ്മളത് ഗ്രഹിക്കുവാനും വേണ്ടിയാണ്. നാം അപ്പോസ്തല പ്രവൃത്തി 20:28 അവിടെ പൗലോസ് ആ എഫേസോസിലുള്ള മൂപ്പന്മാരെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഇത്രയോ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 3 സംവത്സരമായി നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളണം. നിങ്ങൾ അവിവേകമായിട്ടൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തന്നു. ഇതൊക്കെ നമ്മൾ ഓർക്കണം. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം എന്നോട് സംസാരിച്ചത്, എന്താണ് ദൈവദാസന്മാർ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞത്, ഇത് നമ്മൾ ചിന്തിക്കണം. ബുദ്ധി പറഞ്ഞു തന്നത് നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് ചെവിയിൽ വന്ന് ഇന്ന കാര്യം ചെയ്യണമെന്ന് ആരും ചിലപ്പോൾ പറഞ്ഞു തരില്ല, ചിലപ്പോൾ പറഞ്ഞു തന്നേക്കാം. എന്നാൽ നാം ഇതുപോലെ ദൈവത്തിന്റെ വചനങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം. എന്തിനാ? എൻ്റെ ജീവിതത്തിന്റെ ഇന്ന കാര്യങ്ങൾ, ഇന്ന മേഖലകൾ, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ, എൻ്റെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ, എൻ്റെ സഹോദരങ്ങളുടെ കാര്യങ്ങൾ, ഇന്ന മേഖലകളിൽ ഇന്നതുപോലെ പ്രവർത്തിക്കുവാനുള്ള ആലോചനയാണല്ലോ ഈ കേൾക്കുന്നത്. അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ, അത് അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ, കയ്യിനെ പോലെ നശിക്കുന്നതിനുള്ള പാപമായിട്ട് അത് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കയ്യിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? അവന് തോന്നിയത് ശരിയെന്ന് തോന്നി, അവൻ അതങ്ങ് ചെയ്തു. അത് ഉണ്ടാക്കിയ ഭവിഷ്യത്ത് വളരെ വലുതാണ്. നാം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 13ഉം 14ഉം. കയ്യിൻ യഹോവയോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഒരു മൃഗത്തെ പോലെ, ബുദ്ധിയില്ലാത്ത ഒരു ജന്തുവിനെ പോലെ ദൈവം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും, എടാ നിന്റെ വാതിൽക്കൽ പാപമാ കിടക്കുന്നത്, നീ സൂക്ഷിക്കണം, നീ അതിനെ പിടിച്ചടക്കണം, നീ അതിനെ നശിപ്പിക്കണം, നീ അതിനെ കീഴടക്കണമെന്ന് പറഞ്ഞിട്ട് സാരമില്ലെന്ന് കണ്ട്, ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു എന്ന മട്ടിൽ അവൻ അതിനെ ഫേസ് ചെയ്തു. ഇപ്പോൾ അവൻ എന്താ സംഭവിച്ചത്? ദൈവ സാന്നിധ്യം വിട്ട് ഉഴലുന്നവനായിട്ട്, നമ്മുടെ ഇവിടെയൊക്കെ വഴിയിൽ കൂടെ തെണ്ടി നടക്കുന്നതായിരിക്കുന്ന മാറാപ്പൊക്കെ തോളിൽ തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നതായ ആളുകളില്ലേ, അവർക്ക് തുല്യനായിട്ട് ആര് മാറി? ഈ കയ്യൻ മാറ്റപ്പെട്ടു. നാം താഴെയുള്ള വാക്യങ്ങളിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, അവന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ വരുന്ന സമയത്ത് കയ്യൻ അങ്ങനെ പുറപ്പെട്ടു. അവന് ഒരു മകനെ പ്രസവിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. 17-ാം വാക്യം, ഒരു ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. അവൻ ദൈവസന്നിധി വിട്ടു പോയിട്ട് ദരിദ്രനായിട്ടൊന്നും തീർന്നില്ല. ഒരു പട്ടണം പണിയത്തക്കവണ്ണം, തന്റെ മകന് ഒരു പട്ടണം പണിതു കൊടുക്കത്തക്കവണ്ണം അവൻ ആരായിട്ട് തീർന്നു? ധനവാനായിട്ട് മാറി. നമ്മൾ എന്തു പറയും? അവൻ ദൈവത്തെ വിട്ട് പോയ എന്താ കുഴപ്പം? അവൻ ദൈവത്തെ വിട്ട് പോയിട്ട് അവനെന്താ പ്രയാസം ഉണ്ടായത്? കണ്ടില്ലേ? എല്ലാ നിലയിലും വെച്ചടി അവന് കയറ്റമാണ്. പക്ഷെ നാം ഓർക്കണം, ആ തലമുറ അതോടുകൂടി അങ്ങ് അവസാനിച്ചു. എന്നാൽ മറ്റൊരു ഹാനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഹാനോക്ക് എത്ര സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു? 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. എന്നിട്ട് അവന് അവിടെ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈ ഹാനോക്കിന്റെ പിതാവ്, അവനെ കുറിച്ച് യാരദ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ യാരദ് തന്റെ മകനെ പഠിപ്പിച്ചത് ദൈവത്തോടു കൂടെ നടക്കാനാണ്. മറ്റേ ഹാനോക്കിന്റെ പിതാവ് പഠിപ്പിച്ചത് എന്താ? ദൈവത്തിൽ നിന്നും അകന്ന് ഈ ഭൂമിയിലെ പട്ടണം പണിയാനാ പഠിപ്പിച്ചത്. ദൈവവൃത്യനായിരുന്ന യാരദ് എന്ന് പറഞ്ഞ ഭക്തൻ തന്റെ മകനെ പഠിപ്പിച്ചത് എന്താ? ദൈവത്തോടു കൂടെ നടക്കാനാ പഠിപ്പിച്ചത്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ ആഗ്രഹം എന്താ?
ഓ, ദൈവത്തെ വിട്ടു പോയാലും കുഴപ്പമൊന്നുമില്ല, അവര് നല്ല നിലയിലൊക്കെ ആകട്ടെ. അതാണോ നമ്മുടെ ചിന്ത? അത് തെറ്റായിരിക്കുന്ന ചിന്തയാണ്. നമ്മുടെ മക്കള്, നാമും നമ്മുടെ മക്കളും ദൈവത്തോട് കൂടെ നടക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ ഭാഗ്യം വേറെ ഇല്ല. കയ്യിന്റെ ജീവിതം, അവൻ ശാപഗ്രസ്തനായി അവൻ മാറ്റപ്പെട്ടു. ഭൗതികമായിട്ടൊക്കെ അവൻ ഉയർന്നു. പക്ഷെ ഇന്നും അവനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നതും നമ്മൾ ഇന്നും അവനെ കുറിച്ച് ഓർത്തപ്പോഴും എന്താ പറഞ്ഞത്? അവൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനാണ്, അവനൊരു മൃഗത്തിന് തുല്യനായി മാറി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഹാനോക്ക് എന്ന് പറഞ്ഞ ഭക്തനെ കുറിച്ച് എന്താ നാം വായിക്കുന്നത്? അവൻ ദൈവത്തോടു കൂടെ നടന്നു, അവൻ എടുക്കപ്പെട്ടു, ഇല്ലേ? മനുഷ്യരുടെ സാക്ഷ്യം അവൻ എത്രയോ ഭക്തനായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ കയ്യിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവം അവനോട് കൽപ്പിച്ചു, ആ കൽപ്പനയെ അവൻ ലംഘിക്കുവാൻ ഇടയായിട്ട് തീർന്നു. മൂന്നാമത് 6-ാം അധ്യായത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കും സാഹചര്യങ്ങൾ അറിയാം. 3-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അതെപ്പോഴാ ദൈവം പറഞ്ഞത്? അവരുടെ പ്രവർത്തികൾ അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ. അവിടെ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്നുള്ളതിന് ഒരു ഇംഗ്ലീഷ് വാക്ക് വായിച്ചപ്പോഴാണ് എനിക്കതിൻ്റെ അർത്ഥം കുറെ കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. STRIV, സ്ട്രൈവ് എന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് മേക്ക് ഗ്രേറ്റ് എഫേർട്സ് എന്ന് പറഞ്ഞാൽ തന്നോട് ചേർത്ത് നിർത്തുവാൻ ആ ജനത്തെ കുറിച്ച് ദൈവം വളരെ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം പറയുന്ന കാര്യം എന്താണ്? എപ്പോഴും ഞാൻ അങ്ങനെ ആയിരിക്കില്ല. എന്റെ സകല പ്രയത്നവും ഞാൻ അവരോട് കാണിച്ചു, അവരുടെ വഷളത്വം ഒന്ന് നിർത്താൻ, ഈ പാപ ജീവിതത്തെ ഒന്ന് ഉപേക്ഷിക്കാൻ, അവരെന്നോടൊന്ന് ചേർന്ന് നിൽക്കാൻ ഞാൻ വളരെ കഠിനമായി പ്രയത്നിച്ചു. പക്ഷെ അവർക്ക് എന്ത് ചെയ്തില്ല? അവർക്കതിന് മനസ്സായില്ല. അതാണെന്ത്? അത് പാപത്തിന്റെ കുറെ കൂടെ അവർ പാപം ചെയ്തു. എന്നാൽ ദൈവം അവരെ കുറിച്ച് എന്ത് ആഗ്രഹിച്ചു? അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള എല്ലാ പരിശ്രമവും ദൈവം നടത്തി. നമുക്കറിയാം, പിന്നത്തേതിൽ നോഹയെ കൊണ്ട് ദൈവം അനേക വർഷങ്ങൾ തന്നെ പ്രസംഗിച്ചു എന്നാണല്ലോ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. എത്ര വർഷം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു നീണ്ട വർഷക്കാലം നോഹ നടന്ന് അവരോട് ദയ കാണിക്കത്തക്കവണ്ണം പ്രസംഗിച്ചു. അവരെ ചേർത്ത് നിർത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചില്ല? അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടായില്ല. 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 6:13 ദൈവം നോഹയോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് അതേക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് 17:26 വായിക്കുന്നത്, ലൂക്കോസ് 17-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. 25-ഉം 26-ഉം അവൻ ആദ്യം വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. അപ്പൊ നോഹയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? ദൈവത്തെ തള്ളിക്കളഞ്ഞ കാലം. അവർക്ക് സ്വയം ജീവിക്കുവാനായി സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കാലം. തങ്ങൾക്ക് ബോധിച്ചതുപോലെ കല്യാണം കഴിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. അതാണ് ഏറ്റവും വഷളത്വമായിട്ട് അവിടെ നമ്മൾ കാണുന്നത്. റോമാലേഖനത്തിൽ അതേക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ പിന്നത്തേതിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യവും കടന്നു വരും. ആണോടാൻ അവലക്ഷണമായത് പ്രവർത്തിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ദൈവത്തെയോ ദൈവത്തിന്റെ വചനത്തെയോ യാതൊരു കാര്യത്തിലും പരിഗണിക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തതായ ഒരു തലമുറയായിരുന്നു നോഹയുടെ കാലത്തെ തലമുറ. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രന്റെ നാളിൽ
അങ്ങനെ തന്നെ ആകും. ഈ തലമുറയിലേക്ക് നാം ഒന്ന് നോക്ക്. ഈ തലമുറയിലേക്ക് ദൈവത്തിന്റെ മക്കൾ എന്ന് പേരെടുത്തവർ പോലും ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കി, വളരെ നല്ല നിലയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നവരുടെ മക്കൾ പോലും വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് സ്ത്രീകളോടുകൂടെ, മറ്റ് സ്ത്രീകളോടുകൂടെ ജീവിക്കുന്നതായിട്ടുള്ള കാലം ഈ എറണാകുളത്ത് നമ്മുടെ അടുത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ആ പെൺകുട്ടിയുമായിട്ട് നമ്മുടെ ഒരു ദൈവദാസൻ ചെന്ന് കൗൺസിലിംഗ് നടത്തിയപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മോളെ, ഇത് മോൾക്ക് മാത്രമാണോ ഈ അബദ്ധം പറ്റിയിട്ടുള്ളത്? അല്ല, 100 കണക്കിന് പെൺകുട്ടികൾ ഇതുപോലെ ജീവിക്കുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ, കോളേജ് ലൈഫിലേക്ക് പോകുന്നതായിട്ടുള്ള അനേക പെൺകുഞ്ഞുങ്ങൾ, ലോകപ്രകാരം മാത്രമല്ല ദൈവത്തിന്റെ മക്കൾ എന്നറിയപ്പെടുന്നവരുടെ വീടുകളിൽ ജനിച്ചു വളർത്തപ്പെട്ട പെൺകുട്ടികളും എങ്ങനെയായിട്ട് തീർന്നു? ദൈവത്തിന്റെ മുൻപാകെ ഏറ്റവും വഷളത്വമായി തീർന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഈ തലമുറയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് നിയമവും എല്ലാ പരിരക്ഷയും കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് അവർക്കെല്ലാ പരിരക്ഷയും കൊടുത്തു. ഇത് നോഹയുടെ കാലത്ത് കണ്ട് മനം നൊന്ത കർത്താവാണ് എന്ത് ചെയ്തത്? ഭൂമിയെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ തന്നോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന ജനം തന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ് തന്റെ ആലോചനയെ പുല്ലുവില പോലും കൽപ്പിക്കാതെ, അങ്ങനെ ഉണ്ടല്ലോ ഈ തലമുറയിലും. എത്രയോ സഭകളിൽ എത്രയോ മക്കൾ ഈ നിലയിൽ ദൈവത്തിന്റെ വചനത്തിനോ അവന്റെ ആലോചനയ്ക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ ജീവിക്കുന്ന ഒരു തലമുറ. എന്താണ് അതിന്റെ അന്തം? അതിന്റെ അന്തം നാശമാണ്. അത് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലും ഇതിന് സമാനമായ ഒരു കാര്യമുണ്ട്. ഒരു ഗോപുരം പണിതാണ് അവിടെയും കാര്യം നടക്കുന്നത്. ഒരു ഗോപുരം പണിതതിൽ എന്താ തെറ്റ് എന്ന് നമ്മൾ ചോദിക്കും. എന്നാൽ അതിലുണ്ടായതായിരിക്കുന്ന ദൈവകൽപ്പനയുടെ ലംഘനം എന്തായിരുന്നു എന്നുള്ളത് അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന് 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഒരു ഗോപുരം പണിക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക. അവരവിടെ ചെയ്ത കാര്യം എന്താണ്? നമുക്കൊരു പേരുണ്ടാക്കണം. ആ നമുക്കൊരു പേരുണ്ടാക്കുന്നത് ലംഘനമായിട്ട് വരുന്നത് എങ്ങനെയാണ്? അത് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15 അല്ല, 5-ാം അധ്യായത്തിന്റെ 44 5-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഇവരെന്താ ചെയ്തത്? തമ്മിൽ ബഹുമാനം വാങ്ങിക്കുന്നു. ഈ ഗോപുരം പണിതപ്പോൾ അവര് എന്താ പറഞ്ഞത്? നമുക്കൊരു പേര് ഉണ്ടാക്കും. അപ്പൊ നമുക്കൊരു പേരുണ്ടായാൽ ആരെയാണ് അവർ തള്ളിക്കളയുന്നത്? ദൈവത്തെ തള്ളിക്കളയുന്നു. അതാണ് ദൈവം അവരുടെ പാപമായിട്ട് കണ്ടത്. അന്യോന്യം ബഹുമാനിക്കുക. ഇവിടെ അങ്ങനെയാണല്ലോ, അന്യോന്യം ബഹുമാനിക്കുക. മനുഷ്യരാലുള്ള മാനം ദൈവത്തിന്റെ മുൻപാകെ അറപ്പാണെന്നാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ ദൈവം അറയ്ക്കുന്നതായ, ദൈവം വെറുക്കുന്നതായ മനുഷ്യരാലുള്ള മാനത്തിന് വേണ്ടിയുള്ള ഈ ഒരുമിച്ച് കൂടൽ ആർക്കിഷ്ടമായില്ല? ദൈവത്തിന് ഇഷ്ടമായില്ല. നാം അവിടെ വായിക്കുന്നത് എന്താണ്? അവരെ ദൈവം ചിഹ്നിച്ചു കളഞ്ഞു, ഇല്ലേ? നാം അതിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. ഭൂതലത്തിലെങ്ങും ചിതറിക്കപ്പെടുവാൻ അത് കാരണമാണ്. എന്താ അവർ ചെയ്ത പാപം? തങ്ങൾക്കൊരു പേരുണ്ടാക്കാൻ ശ്രമിച്ചതാണ്. എനിക്ക് പേര് വേണം, എനിക്ക് വളരണം, സ്വയം. ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചു. തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, സ്വസ്നേഹികൾ അവരുടെ എണ്ണം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുക.
എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. ജാതികളിലേക്ക് പോകണ്ട. ദൈവമക്കളായിരിക്കുന്ന നമുക്കുമുള്ള ഒരു വലിയ ശീലമായി അത് മാറിയിരിക്കുന്നു. സ്വന്തം കാര്യം, ഞാൻ, എൻ്റെ കുടുംബം, അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് മനസ്സില്ല. നമുക്കൊരു പേരുണ്ടാക്കണം. എനിക്ക്, എൻ്റെ കുടുംബത്തിന് എങ്ങനെയും ഒരു പേരുണ്ടാകണം. അതിനുള്ള തത്രപ്പാട് ദൈവം ചിഹ്നിച്ചു കളയും, ദൈവം തകർത്തു കളയും. അതാണ് ദൈവത്തിൻ്റെ വചനം. നാം ഇന്ന് കണ്ടതായിരിക്കുന്ന ഈ 3-4 ഭാഗങ്ങളിലും ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒന്നും ഒരു യഥാസ്ഥാനത്വത്തിന് അവസരമുണ്ടായില്ല എന്നുള്ളതാണ്. അവർക്ക് എന്തുണ്ടായില്ല? യഥാസ്ഥാനത്വം ഉണ്ടായില്ല. ആദമിനെ ദൈവം തിരിച്ച് എവിടേക്ക് കയറ്റിയില്ല? തോട്ടത്തിലേക്ക് കയറ്റിയില്ല. കയ്യീനെ ദൈവം അവന്റെ കൂടെ നിർത്തിയില്ല. നോഹയുടെ കാലത്തുണ്ടായിരുന്ന ജനത്തെ കൊന്നുകാട്ടിക്കളഞ്ഞു. ഇതാ ഇവിടെ പട്ടണം പണിയാൻ വേണ്ടി ശ്രമിച്ചവരെയും ദൈവം എന്ത് ചെയ്തു? അവർക്കൊരു അവസരം പോലും ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, നാം ഇത് ഓർക്കണം. ചില പാപങ്ങൾ നമുക്ക് യഥാസ്ഥാനപ്പെടാനൊന്നും ഒരു അവസരവും ഉണ്ടാകില്ല. അതാണ് യോഹന്നാന്റെ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, മരണകരമായ പാപം ഉണ്ട്, മരണത്തിനല്ലാത്ത പാപവും ഉണ്ട്. മരണത്തിനല്ലാത്ത പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, മരണകരമായ പാപം ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നീ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. വേറെ ഭാഗത്ത് വായിക്കുന്നുണ്ട്, ശമൂവേലും മോശയും എൻ്റെ മുൻപിൽ വന്നു നിന്നാലും ഞാൻ അവരുടെ അപേക്ഷ കേൾക്കില്ല. മരണകരമായ പാപം ചെയ്ത് ജീവിക്കുന്നതായിട്ടുള്ള ദൈവമക്കൾ എന്ന് പേരെടുത്തവർ ദൈവം ചിഹ്നിച്ചു കളയും കേട്ടോ. 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അവൻ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. അതുകൊണ്ട് ഈ വക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞോ തെളിഞ്ഞോ ഉണ്ടോ എന്ന് വരികിൽ അതിനോടെല്ലാം വിട പറയുക, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം, നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചന ശുശ്രൂഷയാലും നമ്മുടെ ജീവിതത്തിന് ഒരു യഥാസ്ഥാനത്വം വളരെ വേഗത്തിൽ ഉണ്ടാകുവാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.